ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുന്നത് ക്രോസ് സ്റ്റിച്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി പാടുള്ള സ്റ്റിച്ചാണ് എംബ്രോയ്ഡറി ത്രെഡ് സ്റ്റിച്ചിങ്ങിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു ബേസിക് വർക്ക് മാത്രമാണ്. എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ബീഡ്സും കട്ട് ബീഡ്സും സീക്വൻസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രോസ് വർക്കിന് അതായത് ക്രോസ് സ്റ്റിച്ചിന് നമുക്ക് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഈ വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം. ആ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. സൂചി കുത്തുമ്പോൾ ആ വീഡിയോ കാണുന്ന പോലെ തന്നെ താഴെ 1/2 ഇഞ്ച് മാറ്റിയും കുത്തണം, മുകളിൽ 1 ഇഞ്ച് മാറ്റിയും കുത്തി വേണം നൂലെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നൂല് കറക്റ്റായിട്ട് വരത്തില്ല. അതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ലൈൻ വരയ്ക്കുന്നത് രണ്ടും സെയിം ഇതിൽ തന്നെ ആയിരിക്കും ലൈൻ വരയ്ക്കുന്നത്. എന്നിട്ട് വേണം ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി കുറവ് വരും. സ്പേസ് ഇടുന്നതും കറക്റ്റായിട്ട് തന്നെ സ്പേസ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.